ഹലോ ഫ്രണ്ട്സ്, ടെമ്പിൾ ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു യാത്രയായിട്ട് നമ്മൾ മഹാരാഷ്ട്രയിലാണ് എത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തന്നെ ഔറംഗാബാദ് ജില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മൾ പുസ്തകങ്ങളിലെല്ലാം ഒത്തിരി പഠിച്ചതും അറിഞ്ഞിട്ടുള്ളതുമായ എല്ലോറ ഗുഹയിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് അധികം തിരക്കൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒത്തിരി വെയിലാവുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും കണ്ട് ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്ര നേരെ തന്നെ ഈ ഒരു കേവ് കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേവിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാൻ. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ടിക്കറ്റ് മതി. പെർ ഹെഡിന് 40 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് എന്തായാലും കേവിൻ്റെ അകത്തെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കേവിൻ്റെ ഒരു ഏരിയയാണ് ഇത്. അങ്ങനെ നമ്മൾ ഈ ഒരു കേവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എല്ലോറ കേവിൽ മൊത്തത്തിൽ 100ഓളം ഗുഹകളുണ്ട്. അതിൽ 16ാമത്തെ ഒരു ഗുഹയാണ്, അതായത് 16 നമ്പർ കൊടുത്തിട്ടുള്ള ഒരു ഗുഹകളാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 100ഓളം ഗുഹകളുണ്ടെങ്കിലും നമുക്ക് വിസിറ്റേഴ്സിനായിട്ട് വെറും 34 ഗുഹകൾ മാത്രമാണ് തുറന്നു തന്നിട്ടുള്ളൂ. നമ്മളങ്ങനെ കേവിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മളൊരു അത്ഭുതം കാണുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തോന്നുന്നത്. ഒത്തിരി വണ്ടർഫുൾ ആയിട്ടുള്ള സ്കൾപ്ചേഴ്സും കാര്യങ്ങളും ഒത്തിരി വലിയ വലിയ പില്ലേഴ്സും എല്ലാം നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ 16ാമത്തെ നമ്പറുള്ള ഈ ഒരു ഗുഹയിലാണ് കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലോറ ഗുഹയിലെ തന്നെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു 16ാമത്തെ കേവ് വരുന്ന ഈ ഒരു ഭാഗം. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോക്കറ്റ് ഹിന്ദു ക്ഷേത്രം എന്നറിയപ്പെടുന്നതും നമ്മുടെ ഈ ഒരു കൈലാസനാഥ ക്ഷേത്രം തന്നെയാണ്. കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഗുഹ പോലെ പാറക്കഷ്ണങ്ങൾ തുറന്നെടുത്തിട്ടാണ് എല്ലാ ഗുഹകളും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ചെത്തിയെടുത്ത്, അതായത് സ്കൂപ്പ് ചെയ്തെടുത്ത് അത് താഴത്തോട്ട് ഇങ്ങനെ പടികളായിട്ട് മുകളിൽ നിന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ അതിൻ്റെ നിർമ്മാണം ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വലിയൊരു മലയുടെ മുകൾ ഭാഗം തുറന്ന് കൊണ്ടുവന്നിട്ട് ഏറ്റവും ബേസിലെത്തിക്കുക, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 16ാമത്തെ കേവ്, അതായത് നമ്മുടെ കൈലാസനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ ഒരു കേവിൻ്റെ പണി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലെത്താൻ ഏകദേശം 200 വർഷം എടുത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലെ രാജാവായിട്ടുള്ള ഡെൻഡി ദുർഗ എന്ന് പറയുന്ന രാജാവാണ് ഈ ഒരു കൈലാസനാഥ ക്ഷേത്രം അടങ്ങുന്ന ഈ ഒരു ഗുഹയുടെ പണികളെല്ലാം ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. പിന്നീട് അവിടെ തന്നെ രാജാവായിട്ടുള്ള കൃഷ്ണ 1 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏകദേശം ഇവിടുത്തെ ഒരു പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അവർക്ക് ശേഷം പിന്നീടും ഇതിൻ്റെ ഉള്ളത്തെ ആർട്ട് വർക്കുകളും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു കൈലാസ ക്ഷേത്രത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ മല ചെത്തിയെടുത്ത് ആ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതിൻ്റെ ആ ഒരു പ്ലാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫ്രീ സ്റ്റാൻഡിങ് പില്ലർ കാണാൻ പറ്റും. ഈ ഒരു പില്ലർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ ഒരു പവറും അവരുടെ അധികാരവും അതുപോലെ തന്നെ ശക്തിയും അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പില്ലർ അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ കൈലാസനാഥ ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് അടുത്ത കേവിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഈ ഒരു ചെറിയൊരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ ഒത്തിരി നടക്കാനെല്ലാം റെഡി ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കേവ് വന്നിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ.
ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഓരോ കേവിനും അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഡാറ്റയും കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗൈഡിനെ വേണമെങ്കിൽ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിവരങ്ങളെല്ലാം കിട്ടും. പിന്നെ അതുമാത്രമല്ല ഓരോ കേവ്സിനും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് പോവാം. നമ്മൾ കേവ് നമ്പർ 16 ആദ്യം കയറിയത്. ഇപ്പം നമ്മൾ 17A ഇരുട്ടാണ്, നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടും കാര്യമില്ല. പിന്നെന്താണ്, അധികം ആളുകളൊന്നും ഇല്ല ഇവിടെ, ഉള്ളിലേക്ക് കയറാനും പേടിയാണ്. അതാണ്ടോ, ഇത് ഈ കല്ല്, ഇത് ഈ മല എടുത്ത് തുരന്നിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ്. അതിനുശേഷം ഈ തൂണൊക്കെ ഇവിടെ നിലനിർത്തിയിട്ട് വെച്ചതാണ്. ഈ തൂണിൽ എല്ലാ തൂണിലും ശരിക്കും ഭയങ്കരമായിട്ടുള്ള വർക്ക് നടന്നുണ്ട്. എല്ലാ തൂണും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത കേവിലെത്തിയിട്ടുണ്ട്. ഇത് 18 നമ്പർ കേവാണ്. ഇങ്ങനെ നമ്മൾ ഓരോ കേവ്സും വിശദമായിട്ട് കാണിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 വീഡിയോയിലൊന്നും തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് നമ്മൾ എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗുഹകളെല്ലാം കണ്ടു. ഇപ്പം നമ്മൾ മറ്റ് ഗുഹകൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊരു ദുർഘടം പിടിച്ച വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മലയുടെ ഈ ഒരു ഇടുക്കിലുള്ള ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോകണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒത്തിരി ഗുഹകൾ കാണാനുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ എല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവണേ ഒത്തിരി കേവുകൾ നിർമ്മിക്കാനുള്ള പരിപാടിയായിരുന്നു. ബട്ട് എന്തോ പ്രശ്നം കൊണ്ട് അതൊന്നും ചെയ്ത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ മാറ്റി തുടങ്ങിയിട്ടുള്ളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കേവ്സിൻ്റെ ഒരു വൻ നിര തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കേവിലെത്തി. ഈ ഒരു കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 3 സ്റ്റോറി ബിൽഡിങ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് കേവിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കിയത് എന്താണെന്ന് വെച്ചാൽ മറ്റ് കേവിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫുൾ ആർട്ട് വർക്ക്സ് ആവും. ഒത്തിരി ശില്പങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ പുറം ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ അലങ്കാരങ്ങളൊന്നും കാണാൻ പറ്റില്ല. സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഡോറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ വയ്യ, ആകെ ക്ഷീണിച്ചു പോയി. ഇവിടെ ഓരോ ഗുഹകളും ഒന്നിനൊന്നിന് മെച്ചാണ്. അതായത് ഓരോന്നും ഓരോ പ്രത്യേക ശൈലികളിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കേവ് നമ്പർ 10 അതായത് 10ാമത്തെ കേവിലാണ് എത്തിയിട്ടുള്ളത്. ഈ കേവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഓം എന്നുള്ള ഒരു മന്ത്രം അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഹിന്ദു കൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേവ്സ് ആയിരുന്നു. അതായത് ഒരു ഹിന്ദു ടച്ച് കിട്ടുന്ന വാസ്തുവിദ്യയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കേവ്സ് ആയിരുന്നു. എന്നാൽ ഈ ഒരു 10ാമത്തെ കേവിലെത്തിയപ്പോഴേക്കും അവിടെ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയൊരു ബുദ്ധൻ്റെ ഒരു ശില്പവും അതുപോലെ തന്നെ വലിയൊരു ആർച്ച് രൂപത്തിലുള്ള ഒരു ടൈപ്പായിട്ടുള്ള ഒരു മേൽക്കൂരയും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ ഏകദേശം 34 കേവ്സ് ആണ് നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത്. അതിൽ ഏകദേശം 17 ഹിന്ദു കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കേവ്സും 12 ബുദ്ധ കൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേവ്സും 5 ജൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള കേവ്സുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇത് മൊത്തത്തിൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു കേവിൻ്റെ ഒരു ഫുൾ വ്യൂ വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ നമ്മളങ്ങനെ എല്ലോറ കേവിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. ഒത്തിരിയൊക്കെ നമുക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റി, ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് ഒത്തിരി പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം കാണാനുണ്ട് ഗുഹയ്ക്കകത്തെല്ലാം. അതെല്ലാം നമ്മളെ ഫ്ലാഷ് ലൈറ്റ് എല്ലാം വരുമ്പോൾ അതിനുള്ള റിഫ്ലക്ഷൻ കൊണ്ട് അതിന് ഡാമേജ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോഗ്രാഫിയൊന്നും ആ ഒരു ഭാഗങ്ങളിലൊന്നും നമുക്ക് അലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊന്നും വീഡിയോയ്ക്കകത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.